നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ എന്നിവർക്കെതിരെ നടി ഹൻസിബ നൽകിയ ഹർജിയിൽ നിന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. മൂവർക്കുമെതിരെ കേസെടുക്കണമെന്നായിരുന്നു ഹൻസിബയുടെ ഹർജി. തൃപ്പൂണിത്തുറ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുക. പരാതിയിൽ കഴമ്പില്ല എന്നും പോലീസിന് വീഴ്ച ലഭിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി തൃക്കാക്കര ACP നേരത്തെ കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. നവമി ഉണ്ട് വിശദാംശങ്ങളുമായി. നവമി, പരാതി ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകാനാണ് ഹൻസിബയുടെ നീക്കങ്ങൾ? ഹരി, എന്തായാലും ഇപ്പോൾ നേരത്തെ തന്നെ തൃക്കാക്കര ACP നൽകിയ റിപ്പോർട്ടിൽ, കമ്മീഷണർക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് ഈ ഹൻസിബ ഉന്നയിക്കുന്നത് പോലുള്ള ഒരു ആരോപണങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ ഒന്നും തന്നെ ഇതിലില്ല. ഈ പരാതിയിൽ മറ്റ് കഴമ്പുകളൊന്നും തന്നെ ഇല്ല എന്നൊരു കണ്ടെത്തൽ ACPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷെ അതിനെതിരെയാണ് ഹൻസിബ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവിടെ ഹൻസിബ പറയുന്നത് തന്റെ മൌലിക അവകാശങ്ങളുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് അവർക്ക് അതിൽ കഴമ്പില്ല എന്ന് പറയാൻ കഴിയുന്നത്? തന്റെ പക്കലുള്ള തെളിവുകളെല്ലാം തന്നെ ഹാജരാക്കി ഇവർക്കെതിരെ, ലക്ഷ്മിപ്രിയ ഭർത്താവും അതോടൊപ്പം തന്നെ SI രേഷ്മ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണം, അവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഹൻസിബയുടെ ആവശ്യം. എന്തായാലും ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ പോലീസ് ഈ റിപ്പോർട്ട് കൈമാറും. അത് പഠിച്ച ശേഷമായിരിക്കും കൂടുതൽ വാദങ്ങളിലേക്കും അല്ലെങ്കിൽ തുടർ നടപടികളിലേക്കുമൊക്കെ കോടതി കടക്കുകയുള്ളൂ. അതിനിടയിലാണ് ഇന്നലെ ഹൻസിബ തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് പങ്കുവച്ചത്. അത് ആഭ്യന്തരമന്ത്രിയെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരു കുറിപ്പാണ്. അതിൽ പറയുന്നത് ഈ പരാതിയുടെ പേരിൽ നടക്കുന്ന അന്വേഷണം അത് വെറും പ്രഹസനമാണ്. ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെയാണ് ആരോപണ വിധേയരായവരുടെയും സാക്ഷികളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തുന്നത്? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലാണ് പോലീസ് എന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനം ഹൻസിബ ഉന്നയിക്കുന്നുണ്ട്. തനിക്ക് നീതി ലഭിച്ചില്ല, നീതിയുടെ കിരണങ്ങൾ അകലെ എന്നുകൂടിയാണ് ഹൻസിബ ഇതിൽ പറയുന്നത്. പക്ഷേ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും, ഇതിൽ നിന്നും പിന്മാറില്ല. ഈ തന്റെ എതിരായിട്ട് നിൽക്കുന്നത്, അതായത് ആരോപണ വിധേയരായി നിൽക്കുന്നവരുടെ രാഷ്ട്രീയമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്ന് കൂടിയാണ് ഹൻസിബ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിൽ പോലും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന്റെ റിപ്പോർട്ട് കൂടി ഉടനെ കടവന്ത്ര പോലീസ് തയ്യാറാക്കും. അതിനുശേഷമായിരിക്കും ഹൻസിബ ആ ഒരു കേസിൽ കൂടി തുടർ നടപടികളിലേക്ക് പോവുക. ഇന്നിപ്പോഴെന്തായാലും പോലീസ് കോടതിക്ക് മുൻപാകെ അന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് അത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്നത് പോലെ SI രേഷ്മയിൽ നിന്ന് 3 മണിക്കൂർ നീണ്ട യാതൊരുവിധ മാനസിക സമ്മർദ്ദവും ഹൻസിബയ്ക്കുണ്ടായിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതോടൊപ്പം തന്നെ ഹൻസിബ പറയുന്ന തരത്തിലുള്ള യാതൊരുവിധ കഴമ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളോ ഈ കേസുമായിട്ടോ അന്നത്തെ പോലീസ് സ്റ്റേഷനിലോ സംഭവിച്ചിട്ടില്ല എന്നുകൂടിയായിരുന്നു തൃക്കാക്കര ACPയുടെ കണ്ടെത്തൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.